ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. സ്വയം സഹായ സംഘങ്ങളിലൂടെ സ്ത്രീകൾക്ക് വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ സാധിച്ചെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കാലിഫോർണിയയിലെ ശ്രീ സ്വാമിനാരായണ ക്ഷേത്രത്തിൽ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്ത് കണ്ടെത്തിയ സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. കേരള സർക്കാരിന്റെ നവകേരള സദസ്സിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട UN പ്രവർത്തകരുടെ എണ്ണം 136ആയി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവഹാനിയെന്ന് അന്റോണിയോ ഗുട്ടറസ്. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജസ്ഥാനിലെത്തി. ഷഹീദ് പൂനം സിംഗ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലഖ്പതി ദീദി പദ്ധതി രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. സ്വയം സഹായ സംഘങ്ങളിലൂടെ സ്ത്രീകൾക്ക് വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ സാധിച്ചതായി രാഷ്ട്രപതി പറഞ്ഞു. ലഖ്പതി ദീദി പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ സ്വയം സഹായ സംഘങ്ങളെ ശാക്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 45 ലക്ഷം സ്ത്രീകൾക്ക് ഇതിലൂടെ പ്രയോജനം ലഭിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. കേന്ദ്ര സർക്കാർ നയങ്ങൾ വ്യവസായ സൌഹൃദവും കർഷക സൌഹൃദവുമാണെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെയും മുന്നോട്ടുള്ള കുതിപ്പിന് സമ്പത്ത് സൃഷ്ടിക്കുന്നവരെ അർഹമായി പരിഗണിക്കണം. ഗുജറാത്തിൽ പെട്രോ കെമിക്കൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് നടന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ മാണ്ഡവ്യ. കാലിഫോർണിയയിലെ ന്യൂയാർക്കിലുള്ള ശ്രീ സ്വാമിനാരായണ ക്ഷേത്രത്തിൽ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്ത് കണ്ടെത്തിയ സംഭവത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സംഭവം ഇന്ത്യൻ സമൂഹത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. വിഷയത്തിൽ വേഗത്തിലുള്ള അന്വേഷണം നടത്താൻ കോൺസുലേറ്റ് ജനറൽ സമ്മർദ്ദം ചെലുത്തി. വ്യാഴാഴ്ച രാത്രിയോടെയാണ് ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ഇന്ത്യക്കെതിരായ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ കണ്ടത്. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി 1 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. ഇത്തരം പദ്ധതികളുടെ പ്രയോജനങ്ങൾ രാജ്യത്തുടനീളമുള്ള പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ 4 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചു. അതേസമയം ഭീകരർക്കായി GOC 16 കോർപ്സ് ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ, ജമ്മുകശ്മീർ DGP, IGP ഉൾപ്പെടെയുള്ളവർ തിരച്ചിൽ നടപടികൾക്ക് നേതൃത്വം നൽകി വരികയാണ്. പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ലഷ്കർ-ഇ-തോയിബ, ജെയ്ഷ്-ഇ മുഹമ്മദ് തുടങ്ങിയ സംഘടനകളിൽ ഏതെങ്കിലും ഉൾപ്പെട്ടവരാകാം ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. പാലക്കാട് ജില്ലയിലെ നഗരപ്രദേശങ്ങളിലാണ് ഇന്ന് പര്യടനം നടന്നത്. സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, ഉജ്ജ്വൽ യോജന സൌജന്യ ഗ്യാസ് കണക്ഷൻ അപേക്ഷ സ്വീകരിക്കൽ, ജനൌഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ എന്നിവ യാത്രാ പര്യടന കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നു. മറ്റ് ജില്ലകളിൽ യാത്ര ചൊവ്വാഴ്ച പുനരാരംഭിക്കും. കേരള സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനം തലസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിൽ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലങ്ങളിലെ സംയുക്ത സന്ദർശനത്തോടെയാണ് 1 മാസം നീണ്ട നവകേരള സദസ്സിന് സമാപനമാകുന്നത്. ഇന്ന് ജില്ലയിലെ കോവളം, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തിയത്. മദ്യത്തിനും മയക്കുമരുന്നിനെതിരായ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ ഭാഗമായി ഇടപ്പഴഞ്ഞി RDR കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രഭാത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ലഹരി മരുന്നിനെതിരായ പൊതുബോധം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ശക്തമായി തുടരും. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യാ പ്രവണത പൊതുസമൂഹം ഗൌരവമായി കാണണമെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് നടന്ന KPCC മാർച്ചിനെതിരെയുണ്ടായ പോലീസ് നടപടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് KPCC അധ്യക്ഷൻ K സുധാകരൻ MP ലോക്സഭാ സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകി. ജനപ്രതിനിധി എന്ന പരിഗണന പോലും പോലീസ് നൽകിയില്ലെന്നും മനുഷ്യാവകാശങ്ങളുടെയും സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ അവകാശങ്ങളുടെയും ലംഘനം കൂടിയാണിതെന്നും പരാതിയിൽ ശ്രീ സുധാകരൻ ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
സൌദി അറേബ്യയിൽ നിന്ന് മംഗലൂരുവിലേക്ക് വന്നുകൊണ്ടിരുന്ന MV ചെം പ്ലൂട്ടോ എന്ന വ്യാപാര കപ്പലിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തമുണ്ടായി. പോർബന്ദർ തീരത്ത് നിന്ന് 217 നോട്ടിക്കൽ മൈൽ അകലെയാണ് വ്യാപാര കപ്പൽ നിലവിലുള്ളത്. ഇന്ത്യൻ നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയുടെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം പുരോഗമിക്കുന്നു. 20ഓളം ഇന്ത്യക്കാർ ഉൾപ്പെടെ എല്ലാ കപ്പൽ ജീവനക്കാരും സുരക്ഷിതരാണ്. തീ നിയന്ത്രണ വിധേയമായെങ്കിലും കപ്പലിന്റെ പ്രവർത്തനത്തെ ബാധിച്ചതായി റിപ്പോർട്ടുണ്ട്. 2047ഓടെ ഇന്ത്യയെ കായിക രംഗത്തെ അതികായരാക്കി തീർക്കാൻ ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ. ബംഗളൂരുവിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ പുതുതായി നിർമ്മിച്ച ബ്ലോക്കുകളുടെയും പുതിയ സിന്തറ്റിക് ട്രാക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ഖേലോ ഇന്ത്യയുടെ വിജയത്തിന് ആധാരമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞു. വിരമിച്ച കായിക താരങ്ങൾ മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്നുള്ള യുവാക്കൾക്ക് കായിക രംഗത്ത് മുന്നോട്ട് വരാൻ മൈ ഭാരത് പോർട്ടൽ പ്രയോജനപ്രദമാണ്. 2 വർഷത്തിനിടെ എല്ലാ അന്താരാഷ്ട്ര കായിക ഇനങ്ങളിലും ഇന്ത്യ കൂടുതൽ മെഡലുകൾ നേടിയതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 9 വർഷത്തിനിടെ സർക്കാർ ബജറ്റിൽ കായിക മേഖലയുടെ വിഹിതം 3 ഇരട്ടി വർദ്ധിപ്പിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ബംഗളൂരുവിലെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലിന്റെ പുതുതായി നിർമ്മിച്ച ബ്ലോക്കുകളുടെയും പുതിയ സിന്തറ്റിക് ട്രാക്കിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീം ഉൾപ്പെടെയുള്ള NCO അത്ലറ്റുകളുമായി അദ്ദേഹം സംവദിക്കുകയും സിന്തറ്റിക് ട്രാക്ക്, ജിംനേഷ്യം, മെസ് തുടങ്ങിയവയിലെ സൌകര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ കഴിഞ്ഞ 75 ദിവസത്തിനിടെ 136 UN പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇത്രയധികം UN പ്രവർത്തകർക്ക് ജീവഹാനി സംഭവിക്കുന്നത് സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായാണെന്നും സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഗാസയിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അദ്ദേഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്യതലസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന നിലവാരമില്ലാത്ത മരുന്നുകളെക്കുറിച്ച് CBI അന്വേഷിക്കണമെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന. സ്വകാര്യ സർക്കാർ ലബോറട്ടറികളിൽ പരീക്ഷിച്ച മരുന്നുകളുടെ നിലവാര തകർച്ച ആശങ്കാജനകമാണെന്ന് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കുറിപ്പിൽ സക്സേന ചൂണ്ടിക്കാട്ടി. മരുന്നുകളുടെ ഗുണനിലവാരം സംബന്ധിച്ച വിജിലൻസ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സർക്കാർ ലബോറട്ടറികളിലേക്ക് അയച്ച സാമ്പിളുകളിൽ 3 എണ്ണവും സ്വകാര്യ ലാബുകളിലേക്ക് അയച്ച 5 എണ്ണവും ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഗോവ പോരാട്ടം. രാത്രി 8-ന് കൊൽക്കത്തയിലാണ് മത്സരം. നിലവിൽ 20 പോയിന്റോടെ ഗോവ 1ാം സ്ഥാനത്ത് തുടരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് 3ാം ദിനം കളി നിർത്തുമ്പോൾ ഓസ്ട്രേലിയ 5 വിക്കറ്റിന് 233 റൺസ് എന്ന നിലയിൽ. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയ്ക്ക് വേണ്ടി സ്നേഹ റാണ, ഹർമൻ പ്രീത് കൌർ എന്നിവർ 2 വിക്കറ്റ് വീതം നേടി. നിലവിൽ ഓസ്ട്രേലിയയ്ക്ക് 46 റൺസിന്റെ ലീഡുണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 219 റൺസും ഇന്ത്യ 406 റൺസും എടുത്തു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് ന്യൂഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. 2011-ൽ 263 ചൈനീസ് പൌരന്മാർക്ക് വിസ അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തി കള്ളപ്പണം വെളുപ്പിച്ചതായാണ് കേസ്. നേരത്തെ 2 തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഹാജരായിരുന്നില്ല. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31-ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന നിരോധിത ഭീകര സംഘടനയുടെ പ്രവർത്തകനെ പാകിസ്ഥാൻ സുരക്ഷാ സേന വധിച്ചു. ലാഹോറിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്ത് ചില ഭീകരർ ഒളിച്ചിരിക്കുന്നതായി ലഭിച്ച വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് പോലീസ് ഭീകരനെ വധിച്ചത്. മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ജന്മദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കർഷകരുടെ ക്ഷേമത്തിനായി തന്റെ ജീവിതം സമർപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു ചൌധരി ചരൺ സിംഗ് എന്ന് ശ്രീ മോദി പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് എന്നിവരുടെ നേതൃത്വത്തിൽ പാർലമെന്റ് അംഗങ്ങൾ സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം സഹായ സംഘങ്ങളിലൂടെ സ്ത്രീകൾക്ക് വ്യക്തിത്വം മെച്ചപ്പെടുത്താൻ സാധിച്ചെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കാലിഫോർണിയയിലെ ശ്രീ സ്വാമിനാരായണ ക്ഷേത്രത്തിൽ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്ത് കണ്ടെത്തിയ സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. കേരള സർക്കാരിന്റെ നവകേരള സദസ്സിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട UN പ്രവർത്തകരുടെ എണ്ണം 136ആയി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജീവഹാനിയെന്ന് അന്റോണിയോ ഗുട്ടറസ്. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.